എസ്രാ അധ്യായം 8. എസ്രായോട് കൂടി വന്നവർ. അർത്തസർക്കസ് രാജാവിൻ്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലി ക്രമത്തിൽ: ഫിനെഹാസ് കുടുംബത്തിൽപ്പെട്ട ഗെർശോം, ഇത്താമാർ വംശജനായ ദാനിയേൽ, ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ശെക്കാനിയായുടെ പുത്രൻ ഹത്തൂഷ്, പറോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും 150 പേരും, പഹാത്ത് മോവാബ് വംശജനായ സെറാഹിയായുടെ മകൻ എലിയെഹോവേനായിയും 200 പേരും, സാത്തുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹസീയേലിൻ്റെ മകൻ ശെക്കാനിയായും 300 പേരും, അദീൻ വംശജനായ ജൊനാഥൻ്റെ മകൻ ഏബദും 50 പേരും, ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട അതാലിയായുടെ മകൻ യെശായായും 70 പേരും, ശെഫാത്തിയ വംശജനായ മിഖായേലിൻ്റെ മകൻ സെബാദിയായും 80 പേരും, യോവാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട യെഹിയേലിൻ്റെ മകൻ ഒബാദിയായും 218 പേരും, ബാനി വംശജനായ യോസിഫിയായുടെ മകൻ ശെലോമിത്തും 150 പേരും, ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സക്കറിയായും 28 പേരും, അസ്ഗാദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്താനിൻ്റെ മകൻ യോഹന്നാനും 110 പേരും, അദോനിക്കാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട എലീഫെലെത്ത്, യവുവേൽ, ഷെമായ എന്നിവരും 60 പേരും. ഇവർ പിന്നീടാണ് വന്നത്. ബിഗ്വായ് വംശജനായ ഉത്തായിയും സക്കൂറും 70 പേരും. അഹാവായിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്ത് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം താവളമടിച്ചു. പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമായ, എൽനാഥാൻ, യാരിബ്, എൽനാഥാൻ, നാഥാൻ, സക്കറിയ, മെശുല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാറിബ്, എൽനാഥാൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു. ഞാൻ അവരെ കാസിഫിയായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കിലേക്ക് അയച്ചു. ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയായിലെ ദേവാലയ ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത്. ദൈവകൃപയാൽ ഇസ്രായേലിൻ്റെ പുത്രനായ ലേവിയുടെ മകൻ മഹ്ലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ശെറബിയായെയും അവൻ്റെ പുത്രന്മാരും ബന്ധുജനങ്ങളുമായി 18 പേരെയും അവർ കൊണ്ടുവന്നു. ഹസാബിയായെയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യെശായായെയും അവൻ്റെ പുത്രന്മാരും ബന്ധുക്കളുമായി 20 പേരെയും അവർ കൊണ്ടുവന്നു. ദാവീദും സേവകന്മാരും ലേവ്യരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന 220 ദേവാലയ ശുശ്രൂഷകർക്ക് പുറമേയാണിവർ. ഇവരുടെ പേര് പട്ടികയിലുണ്ട്. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിബദിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രമുഖരായ 12 പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു. ശെറബിയായും ഹഷാബിയായും അവരുടെ ബന്ധുക്കളായ 10 പേരും. രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. 650 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന 50 വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം, 1000 ദാരിക് വരുന്ന 20 സ്വർണ്ണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ 2 ഓട്ടുപാത്രങ്ങൾ, ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്. ഈ പാത്രങ്ങളും വിശുദ്ധമാണ്. ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാഭീഷ്ട കാഴ്ചകളാണ്. കർത്താവിൻ്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വെച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറുസലേമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുൻപാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി. 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രു
ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഞങ്ങൾ ജെറുസലേമിലെത്തി 3 ദിവസം വിശ്രമിച്ചു. 4-ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച ഊറിയായുടെ മകനും പുരോഹിതനുമായ മെറേമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കിയേൽപ്പിച്ചു. ഫിനെഹാസിൻ്റെ മകൻ എലയാസറും ലേവ്യരും യെശുവയുടെ മകൻ യോസബാദും ബിന്നൂയിയുടെ മകൻ നൊവാദിയായും അവനോടൊപ്പമുണ്ടായിരുന്നു. അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചുവെച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി 12 കാള, 96 മുട്ടാട്, 77 ചെമ്മരിയാട് എന്നിവയെ ദഹനബലിയായും 12 മുട്ടാടിനെ പാപപരിഹാര ബലിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിന് അർപ്പിച്ച്, ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ്. അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കക്കരെയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു. അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി.